ഒരു 30 വയസ്സങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മുടി കൊഴിച്ചിലാണ്. മുടിയെല്ലാം കഷണ്ടി ആയി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഇതൊരു പരമമായ സത്യമാണ്. പണ്ടൊക്കെ ആൾക്കാർ പറയും അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലാന്ന്. പക്ഷേ ഇപ്പം കഷണ്ടിക്ക് മരുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ വിഗ് വയ്ക്കാം, അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. 4 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. നാട്ടിൽ നിന്നാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. പക്ഷേ ഞാനങ്ങ് പോയി ചെയ്തു. അന്ന് ചെയ്തുകൊണ്ട് എനിക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കിൽ ഒരു കുറച്ച് ഏരിയയിൽ കവർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ റമദാൻ്റെ സമയത്ത് ദുബായിൽ ഞാനിങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റിന് ഒരു ക്ലിനിക്ക് തപ്പിയെടുക്കായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്കൾപ്സ് ആൻഡ് റൂട്ട്സിൻ്റെ ക്ലിനിക്ക് കണ്ടുപിടിച്ചത്. അവിടെ വന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ വക്കാർ മസൂദിനെ കണ്ടു. അദ്ദേഹം ഒരു 10 years ആയിട്ട് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിലത്തെ എക്സ്പേർട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്നു. അപ്പോൾ എനിക്കൊരു 2500-2600 മുടി ഗ്രാഫ്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം എല്ലാം പഴയ ഏരിയയിൽ നിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചൊക്കെ നമ്മുടെ താടിയിൽ നിന്നും ബിയേഡ് ഏരിയയിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. അങ്ങനെ ഞാനിവിടെ വന്നു. ഒരു 10-12 മണിക്കൂർ സർജറി പ്രോസസ്സാണ്. അപ്പം ഇത് ഓൾറെഡി എനിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് പേടിയില്ല. കാരണം ഓൾറെഡി ആദ്യം ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ്. ഇപ്പോൾ എൻ്റെ മുമ്പുണ്ടായിരുന്ന ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതെൻ്റെ ഒരു 10th day ആണ്. അപ്പോൾ സർജറി ഒരു 10 to 12 hours കംപ്ലീറ്റ് ചെയ്തു. നല്ല ഈസി പ്രോസസ്സ് എന്ന് പറയാൻ അവർ വളരെ പേഷ്യൻ്റായിട്ട് ഓരോരോ ഹെയറും അത്രയും കൃത്യതയോട് കൂടിയിട്ടാണ് അവരെടുത്ത് ചെയ്യുന്നത്. അതിനുശേഷം ബാൻഡേജ് എല്ലാം ഇട്ടു. അതിനുശേഷം ഇപ്പോൾ ക്ലീനിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ റിസൾട്ട് കാണാൻ പറ്റും. ചെറുതായിട്ട് ഹെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 3 മാസം 6 മാസം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് റിസൾട്ട് കിട്ടും. മാത്രമല്ല നിങ്ങൾ ഒരുപാട് പൈസയ്ക്ക് ചെയ്യുന്നല്ലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ ചെയ്യുന്നല്ലോ എല്ലാ കാര്യം. ഏറ്റവും നല്ലൊരു ക്ലിനിക്കിൽ പോയി അത്രയും വൃത്തിയായിട്ട് കാര്യങ്ങൾ അറിയുന്ന ഒരു സ്ഥലത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ അവർ വളരെ കൃത്യമായിട്ട് സൂക്ഷ്മിക്കുന്ന ഒരു 12 മണിക്കൂറുകളും അത്രയും പേഷ്യൻസോടുകൂടി പൾസിൻ്റെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്ത സ്ഥലം സ്കൾപ്സ് ആൻഡ് റൂട്ട്സ് എന്ന് പറയുന്ന ക്ലിനിക്കാണ്. ദേറയിലാണ് എൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഡോക്ടർ വക്കാർ മസൂദ്. അദ്ദേഹത്തിന് ഒരു 10 years ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ പ്രോസസ്സിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ തുടർന്ന് കാണാവുന്നതാണ് കേട്ടോ. നമ്മൾ ഡേ 1 ക്ലിനിക്കിലേക്ക് ചെല്ലുന്നു. നമ്മൾ നന്നായിട്ടാണ് അവർ വെൽക്കം ചെയ്തത്. അതിനുശേഷം നമ്മളോട് നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി ചോദിച്ചു. എമിറേറ്റ്സ് ഐ ഡി വെച്ച സിസ്റ്റത്തിലെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളെ അവരുടെ പ്രൊസീജിയർ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. फर्स्ट ऑफ ऑल आपका ब्लड प्रेशर चेक होगा, इंक्लूडिंग आपका हाइट और वेट चेक होगा. डॉक्टर ये ब्लड टेस्ट क्यों करता है? ब्लड टेस्ट में हम मेनली देखते हैं सीबीसी, ब्लड शुगर रैंडम, पीटीआईएनआर में हम देखते हैं ब्लड काउंट क्लॉटिंग टाइम, ठीक है. और दूसरा है सेरोलॉजी टेस्ट. सेरोलॉजी टेस्ट में होते हैं कि सेक्सुअली ट्रांसमिटेड डिजीज, एलएफटी, लिवर फंक्शन टेस्ट, और दूसरा है किडनी फंक्शन टेस्ट. हम मेनली ये देखते हैं. और जो ये मेनली चाहिए जो सर्जरी में मेनली ये सब देखना चाहिए. इसमें कोई भी डिफेक्ट हो तो हम सर्जरी कर नहीं सकते. ഇനി എൻ്റെ ബോഡി ടെമ്പറേച്ചറും ഹൈറ്റും വെയ്റ്റും അതുപോലെ BP ഒക്കെ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിനുശേഷം ഡോക്ടർ റൂമിലേക്ക് നമ്മളെ മീറ്റിങ്ങിന് കൊണ്ടുപോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ ട്രാൻസ്പ്ലാന്റിൽ ഇത്ര എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർ വക്കാർ മസൂദിനെ പരിചയപ്പെട്ടു. This is my second session. Yes. And you have done the first session. So now you have not used, as you told me, the stabilization treatment. No. This is known as all the patients who have androgenic alopecia. Once diagnosed, they should use under the consultation of the doctor. Okay. Under the consultation of the doctor, minoxidil and finasteride. Okay. Because without that, after hair transplant, the existing graft will become thin. Okay. So same situation happened to you. Second session for your crown area, Okay. and also to strengthen your hairline. So now just I will see your donor area Okay. by the trichoscope. ഇനി മെഷീൻ വെച്ചിട്ട് എൻ്റെ ഹെയർ ഡോണർ ഏരിയ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ സർജറിക്ക് വേണ്ടി നമ്മുടെ കംപ്ലീറ്റ് ഹെയറും ഷേവ് ചെയ്ത് കളയവർ. ഞാനിപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് മൊട്ടത്രയനായിട്ടുണ്ട്. ഇനി എൻ്റെ സാധനങ്ങളൊക്കെ അവർ ലോക്കലിൽ സൂക്ഷിക്കാൻ വേണ്ടി തരും. അതിൻ്റെ കീ നമ്മുടെ കയ്യിൽ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് സർജറി ഹെയർ ട്രാൻസ്പ്ലാന്റ് റൂമിലേക്കാണ്. ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. സർജറിക്കുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് കാണിച്ചേക്കുന്നത്. ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഡോണർ ഏരിയയിൽ നിന്ന് ഹെയർസ് ഓരോന്നായിട്ട് റിമൂവ് ചെയ്യുകയാണ്. ഹെയറും ഹെയർ ഫോളിക്കിൾസും അടക്കമാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഹെയറിന് കുറച്ച് കുറവ് ഉള്ളതുകൊണ്ട് മുമ്പ് ഞാൻ സർജറി ചെയ്തുകൊണ്ട് എൻ്റെ ബിയേഡ് താടി ഭാഗത്തു നിന്ന് ബാക്കിയുള്ള ഹെയർസ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ പ്രോസസ്സാണ് കാണുന്നത്. ചിലപ്പോൾ ഈ ദൃശ്യങ്ങൾ ചിലർക്ക് കാണുമ്പോൾ ചെറുക്ക് ഭയാനകമായിട്ടൊക്കെ തോന്നും. പക്ഷേ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു നോർമൽ പ്രോസസ്സാണ്. നോർമൽ ഒരു സ്കിൻ സർജറി പ്രോസസ്സാണെന്ന് വിചാരിച്ചാൽ മതി. ആ സമയത്ത് പെയിൻ ഉണ്ടാവുമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കാരണം നമുക്ക് അനസ്തേഷ്യ തന്നിട്ടാണ് ഹെയർ ഫോളിക്കിൾസ് എടുക്കുന്നത്. അതുകൊണ്ട് അത്ര പെയിൻ ഫീൽ ചെയ്യില്ല. പക്ഷേ ഒരു ഉറുമ്പ് കടിക്കുന്ന പെയിൻ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്തും ഉണ്ടാവും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മൾ സഹിച്ചേ പറ്റൂ കേട്ടോ.
തികയാത്ത ഹെയർ ഫോളിക്കിൾസ് താടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. ചെറിയ മുറിവ് കാണും. ഇതാണ് സർജറിക്ക് ശേഷമുള്ള എൻ്റെ കോലം. അവിടെ ഇവിടെയൊക്കെ ചെറിയ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ അതൊരു 3-4 ദിവസം കൊണ്ട് ക്ലീൻ ആകും കേട്ടോ. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വരുന്നത് ഹെയർ വാഷിംഗ് ആണ്. 4ാമത്തെ ദിവസം ഞാൻ ഹെയർ വാഷിങ്ങിന് വന്നിരിക്കുകയാണ്. We have done around 2,600 grafts and for the hairline restoration and for the crown restoration, and it's the 6th day for the head wash, and the 10th day we will do another head wash. ഹെഡ് വാഷിൻ്റെ കൂടെ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റും PRP സെഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഏതാണ്ട് 6ഓളം PRP സെഷൻസ് റമദാൻ ഓഫറിൽ അവർ കൊടുക്കും. ഒരു 10-12 മണിക്കൂർ നീണ്ടുക്കുന്ന പ്രോസസ്സ് ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട്സ് അമേസിങ് ആണ്. നിങ്ങൾക്ക് ആ ചേഞ്ച് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ പേടിക്കുന്ന പോലെ ഒരു റിസ്കി പ്രോസസ്സല്ല. അതുമാത്രമല്ല, ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യുന്ന പ്രൈസിങ്ങേ ഉള്ളൂ. ഇപ്പോൾ റമദാൻ്റെ ഓഫേഴ്സും അവൈലബിൾ ആണ്. അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.